ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കുഞ്ഞു കുക്കിംഗ് വ്ളോഗാണ്. കുഞ്ഞു ബേബീസൊക്കെ കൊടുക്കുന്ന, അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ മോൾക്ക് 1.5 years ആയി. സോ മോൾക്ക് കൊടുക്കുന്ന ഒരു ഫുഡ് റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. മേ ബി കുറച്ച് പേർക്ക് ബിഗിനേഴ്സിനൊക്കെ അത് അറിയാൻ വേണ്ട ചാൻസ് കുറവായിരിക്കും. സോ അവർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട്, അതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മിക്സ് എന്ന് പറയുന്നത് ഹെൽത്ത് മിക്സാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം എല്ലാവരും ഹെൽത്ത് മിക്സ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഓരോരുത്തരും ഓരോ സാധനങ്ങളായിരിക്കും അതിൽ ആഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ബദാമുണ്ട്, പിന്നെ നമ്മുടെ കാഷ്യൂനട്ടുണ്ട്, പംകിൻ സീഡുണ്ട്, റാഗിയുണ്ട്, ദാൽ, നമ്മുടെ പരിപ്പ് ദാലുണ്ട്, പിന്നെ പിസ്തയുണ്ട്, റാഗിയുണ്ട്, പീനട്ട് കപ്പലണ്ടിയുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ എല്ലാത്തിൽ നിന്നും ഒരു നല്ല ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങാനായിട്ട് നോക്കണേ. കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാം ഓൺലൈനിലായിട്ടും പല ഷോപ്സിലും ഈ ഹെൽത്ത് മിക്സ് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. അപ്പം അത് നമ്മുടെ പ്രിസർവേഷൻ നമുക്ക് വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം, ഇല്ല വീട്ടിൽ പൊടിക്കുന്നതാണെങ്കിൽ വീട്ടിൽ ചെയ്യാം. ഞാനിതുവരെ വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. സോ പിന്നെ എന്താണ്, അപ്പോൾ ഇതാകുമ്പോൾ എല്ലാം ഒരു കംപ്ലീറ്റ് മീലെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ അകത്ത് എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഇതിലിപ്പോൾ ഞാനൊരു 8-9 ധാന്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം. ഇതിപ്പോൾ എല്ലാത്തിൽ നിന്നും ഞാനൊരു 50 grams, 50 gram, 25 gram, അപ്പോൾ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർക്കുക. 50 gram, ഇപ്പം അണ്ടിപ്പരിപ്പ് 50 gram ആണെങ്കിൽ ആൽമണ്ട്സ് കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് ചേർത്താലും മതി. അപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. വേണമെങ്കിൽ ഇനിയും സാധനങ്ങൾ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. എത്രത്തോളം നമ്മൾ സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതായിരിക്കും. അപ്പോൾ എല്ലാ ന്യൂട്രിയൻസും അതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ളൊരു ഹെൽത്ത് മിക്സ് ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം, നവധാന്യം എന്ന് വേണമെങ്കിൽ പറയാം, ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എന്നോട് അമ്മയാണ് പറഞ്ഞത്. കാരണം ഇത് കണ്ടുപിടിക്കാൻ തന്നെ കാരണം എൻ്റെ മോളൊന്നും കഴിക്കില്ലായിരുന്നു. അയ്യോ, ആഹാരം കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇത് മോൾക്ക് ഇഷ്ടമാണ്, ഇത് അവൾക്ക് ഇഷ്ടമാണ്, ആസ്വദിച്ച് കഴിക്കാറുണ്ട്. ആൻഡ് അപ്പോൾ എന്നെപ്പോലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പാടുപെടുന്ന എല്ലാ അമ്മമാർക്കും ഉള്ളൊരു കാര്യമാണ്. ഏറ്റവും വലിയൊരു, അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ടാസ്ക്കാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ സാധനങ്ങളും ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ വാങ്ങിച്ച്, ഇപ്പോൾ ഓരോ സാധനങ്ങളും ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച് അവർക്ക് കഴിപ്പിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. കാരണം അവർ കഴിക്കത്തുമില്ല, കാരണം അത്രയും നമ്മൾ എഫേർട്ട് അടിക്കേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാം ചേർന്നിട്ടായിരിക്കും അവർക്ക് കഴിക്കാൻ പറ്റുക. സോ ഒരുപാട് വിറ്റമിൻസും പ്രോട്ടീനും ഫോസ്ഫറസും ആൻഡ് സിങ്കും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് റാഗി പറ്റില്ല, അവർക്ക് എന്താ പറയുക, കഫക്കെട്ടൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളവർ അത് അവോയ്ഡ് ചെയ്യുക, ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കുക. അതിന് പകരം വേണമെങ്കിൽ നമുക്ക് കോണ് ചേർക്കാം, നല്ലതാണ്. ആൻഡ് ഏതാണോ അവൈലബിലിറ്റി നിങ്ങളുടെ അനുസരിച്ച് വാൾനട്ട്സ് ചേർക്കാം, അവൈലബിലിറ്റി അനുസരിച്ചുള്ളത് നമുക്ക് ചേർക്കാനായിട്ട് പറ്റും. സോ എത്രത്തോളം നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം അവരെ ഹെൽത്തി ആക്കി ഇരുത്താൻ നോക്കുക. പിന്നെ വന്നിട്ട് ഇത് പൊടിച്ചതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കേടുപാടും കൂടാതെ അത് കുറേ നാൾ, ഞാനിപ്പോൾ ഏകദേശം ഒരു 1 month അടുപ്പിച്ചാണ് അത് സ്റ്റാർട്ട് ഓൺ ചെയ്തത്. 1 മാസത്തേക്ക് ആണ് ഞാൻ അങ്ങനെ പൊടിച്ച് കണ്ടെയ്നറിലാക്കി വെക്കാറ്. അത് കഴിഞ്ഞിട്ട് തീരുന്ന അനുസരിച്ചായിരിക്കും ഞാനത് ചെയ്യുന്നത്. അതുപോലെ പനങ്കൽക്കണ്ടായാലും നല്ല ക്വാളിറ്റിയുള്ള സാധനം, കാരണം പല റേറ്റിനും അവൈലബിൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ഇത് കൽക്കണ്ട് ഞാൻ ഹസ്ബൻഡും പോയി മേടിച്ചപ്പോഴത്തേനും 2 റേറ്റിനുണ്ട്. ഒരു 240 above, 250 above, 250 രൂപയ്ക്ക് പുറത്തേ ഉള്ളൊരു ക്വാളിറ്റി ഉള്ള കൽക്കണ്ടും ഉണ്ടായിരുന്നു. പിന്നെ ഇത് 60 രൂപയ്ക്ക് ഉള്ളതുണ്ടായിരുന്നു. പക്ഷേ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ വൈസ് വ്യത്യാസമുണ്ട്.
ഷുഗർ കണ്ടൻറ്റിൻ്റെ അത് ആ മധുരത്തിൻ്റെ വ്യത്യാസവും നമുക്കതിൽ അറിയാൻ പറ്റും. ഞാൻ രണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. എന്താണ് ഡിഫറൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടും വാങ്ങിച്ചായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ കളറ് ഒരു ഈ റേറ്റ് 250 രൂപ ഉള്ള പനങ്കൽക്കണ്ടെന്ന് അതിൽ എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു ബ്രൗണിഷ് കളറ് കുറവാണ്. ഒരു നല്ല ഡാർക്കായിരിക്കും. ഒരു ബ്രൗൺ അല്ല, ഒരു മെറൂണും അല്ലാത്തൊരു കളറായിരുന്നു. ബ്രൗൺ തന്നെ, മെറൂൺ എന്ന് പറയാം. അപ്പോൾ അത് അങ്ങനെയുണ്ട്. പിന്നെ ഈ റേറ്റ് കുറഞ്ഞ് 30 രൂപ 60 രൂപയ്ക്കുള്ളതിൽ ഒട്ടും നല്ലതല്ല. അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അത്ര നല്ലതായിരിക്കില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഹെൽത്ത് മിക്സ്, 1 ടേബിൾ സ്പൂൺ പനങ്കൽക്കണ്ട്, കുറച്ച് വെള്ളം. ഓക്കെ, അപ്പോൾ നല്ല കട്ടിയുള്ള പാത്രത്തിൽ നമ്മുടെ ഹെൽത്ത് മിക്സും കൽക്കണ്ടും കൂടെ മിക്സ് ചെയ്യുക. ഇട്ടിട്ട് അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം എത്രയാണോ കൺസിസ്റ്റൻസി നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാണ്ട് നല്ലപോലെ ഇളക്കി കട്ടയില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നല്ലൊരു ചുവട് കട്ടിയുള്ള പാത്രമായിരിക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ കൈ എടുക്കാണ്ട് നല്ലപോലെ ഇളക്കണം. കാരണം കൈ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. സോ കൈ എടുക്കാണ്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും അത് കുറച്ച് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും, നല്ലൊരു കുറുകിയ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരും. അപ്പോൾ അത് പേടിക്കണ്ട. അപ്പോൾ അതിലേക്ക് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. യെസ്, അപ്പോൾ അതായിട്ടുണ്ട്. ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ഫ്ലേവറിങ് ഏജൻറ്റ് അല്ല, കാരണം ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ മോൾക്ക് ഗീ ഇഷ്ടമാണ്. സോ അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺസ് ഓഫ് നെയ്യ് ചേർക്കുന്നുണ്ട്. അതിട്ട് നമ്മൾ അത് മിക്സ് ചെയ്യുമ്പോഴത്തേനും നല്ലൊരു മണം വരും കേട്ടോ. അത് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, യെസ്, നമ്മുടെ പാല്, കുറച്ച് തിളപ്പിച്ച പാല്, മധുരമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. പാല് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും ഒരു ക്രീമി ടെക്സ്ചറായിട്ട് വരും. അപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഒരു ക്രീമി ടേസ്റ്റ് ആയിരിക്കും അതിന്. അപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം തണുപ്പിച്ച് നല്ലപോലെ കട്ടകളില്ലാണ്ട് ഇളക്കണം. കട്ടയില്ലാണ്ട് ഇളക്കിയതിന് ശേഷം തണുപ്പിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.